നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു പാളയം സ്വദേശി ബിജുവിന്റെ കൊലപാതകം. 38 വയസ്സുകാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ബന്ധുവായ 21കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. പ്രതിയുമായി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. പ്രതിയെ പിടികൂടുകയുണ്ടായി. ഈ കൂട്ടാളികളെ കൂടി പിടികൂടണമെന്ന് ബിജുവിന്റെ പിതാവ് രാജൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഒരു കൊലപാതകം നടത്താൻ ഈ 21കാരന് കഴിയില്ല എന്നാണ് ബിജുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. മകനെ കൊല്ലാൻ മുൻപും ദീപക് ശ്രമിച്ചിരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ദീപക് ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ ബിജു കൂടെ പോയതാണ് കൊലപാതകത്തിൽ നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ ദീപകിനെ തെളിവെടുപ്പിനെത്തിക്കുകയാണ്. 3 ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി ദീപകിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊലപാതകം ഒറ്റയ്ക്ക് നടത്താൻ ദീപകിന് കഴിയുമെന്ന് കരുതുന്നില്ല. ശനിയാഴ്ച രാത്രി 7 മണിക്ക് ദീപക് ഈ പരിസരത്ത് വന്നിരുന്നു. 4-5 പേരുമായി ഇതിനടുത്ത് നിന്ന് മദ്യപിച്ചിരുന്നു. അവരെ കൂടി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നും 19-നാണ് കൊലപാതകം നടന്നതെന്നും 16-നും കൊലപാതകത്തിന് ശ്രമമുണ്ടായി എന്നും താൻ ഇവിടെയുള്ളത് അറിഞ്ഞതിനാലാണ് അന്നത് നടക്കാതെ പോയതെന്നുമാണ് ബിജുവിൻ്റെ പിതാവ് രാജൻ പ്രതികരിക്കുന്നത്. ശനിയാഴ്ച കോയമ്പത്തൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഒറ്റമുറി വീട്ടിൽ കിടക്കേണ്ടെന്നും നമ്മുടെ വീട്ടിൽ പോയി കിടന്നാൽ മതിയെന്നും മകനോട് താൻ പറഞ്ഞതാണ്. യാത്രക്കിടെ രാത്രി 12:30-യോടെ മകനെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. 2:45-ഓടെ വീണ്ടും ബിജുവിനെ വിളിച്ചു. പലവട്ടം വിളിച്ചിട്ട് മറുപടി ഇല്ലാതായതോടെ 3 മണിയോടെ മകളെ വിളിച്ചു. അതോടെയാണ് തൻ്റെ ഭാര്യ ആ ഒറ്റമുറി വീട്ടിലെത്തി മകനെ അന്വേഷിച്ചതും കൊല്ലപ്പെട്ട നിലയിൽ മകനെ കണ്ടതെന്നും രാജൻ പറഞ്ഞു. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ബിജുവിനെ ദീപക് കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അർദ്ധരാത്രിക്ക് ശേഷം അച്ഛൻ്റെ സ്കൂട്ടറിൽ സഹോദരന്റെ ടീഷർട്ട് ധരിച്ചാണ് ദീപക് എത്തിയത്. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ദീപക് സഹോദരന്റെ ടീഷർട്ട് ധരിച്ചതെന്നാണ് സൂചന. കൊലപാതകത്തിന് ശേഷം ഈ ടീഷർട്ട് ദീപക് കത്തിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്നത് വിലക്കിയ സഹോദരനുമായി ദീപക് വഴക്കിലായിരുന്നു. സഹോദരനെ ബിജുവിന്റെ കൊലപാതകത്തിൽ കുടുക്കാനാണ് ദീപക് ഈ ടീഷർട്ട് ധരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 13 വയസ്സ് മുതൽ ദീപക് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. +1-ന് പഠിക്കുമ്പോൾ ചികിത്സ തേടിയെങ്കിലും BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിരിക്കെ വീണ്ടും ലഹരി ഉപയോഗം തുടങ്ങി. ബിജു കൂടി ഇടപെട്ടാണ് വീട്ടുകാർ വീണ്ടും ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. കൈയും കാലും കെട്ടിയാണ് ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് ദീപകിനെ കൊണ്ടുപോയത്. നാട്ടുകാർക്ക് മുന്നിലൂടെ ബലപ്രയോഗം നടത്തി കൊണ്ടുപോയി. ഇതാണ് ദീപകിനെ വലിയ രീതിയിലൊരു വൈരാഗിയാക്കി മാറ്റിയത്. ദീപകിന്റെ മനസ്സിൽ ഇത് ബിജുവിനെതിരെയുള്ള പകയ്ക്ക് കാരണമായി മാറി. മുറിവേറ്റു. ആ പക ദീപക് തീർക്കുകയായിരുന്നു. ശരീരത്തിൽ 45 കുത്തുകളാണ് ദീപക് എന്ന 21കാരൻ ബിജുവിനെ ശരീരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. 18 കുത്തുകളും കഴുത്തിലായിരുന്നു. കോഴിക്കോട് നഗരത്തെ നടുക്കിയ കൊലപാതകമാണ്. ഈ മാസം 19-ന് പുലർച്ചെ ഉണ്ടായ കൊലപാതകത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതി ദീപകിനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിലെടുത്തത്. ശാസ്ത്രീയ പരിശോധനയുടെ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് ടൗൺ ACP KV പ്രമോദന്റെ നേതൃത്വത്തിൽ കസബ CI PJ ജിമ്മിയും പോലീസ് സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ വിഭാഗവും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. എന്തായാലും ഈ 4-5 പേരുമായി ഇതിനടുത്തിരുന്ന് പ്രതി മദ്യപിച്ചിരുന്നു. അവരെ കൂടി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, ആദ്യം ഈ സംഭവം അറിഞ്ഞപ്പോൾ ലഹരി മാഫിയയ്ക്ക് ബിജു ചില നിർണായക വിവരങ്ങൾ കൈമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തിയതാണ് എന്നൊരു സംശയം കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ അത്തരത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണ് ബിജുവിനെ ദീപക് കൊലപ്പെടുത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം അച്ഛൻ്റെ സ്കൂട്ടറിൽ സഹോദരൻ്റെ ടീഷർട്ട് ധരിച്ചാണ് ദീപക് എത്തിയത്. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ദീപക് സഹോദരൻ ടീഷർട്ട് ധരിച്ചതെന്നാണ് സൂചന. കൊലപാതകത്തിന് ശേഷം ഈ ടീഷർട്ട് ദീപക് കത്തിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്നത് വിലക്കിയ സഹോദരനുമായി ദീപക് വഴക്കിലായിരുന്നു. സഹോദരനെ ബിജുവിന്റെ കൊലപാതകത്തിൽ കുടുക്കാനാണ് ദീപക് ഈ ടീഷർട്ട് ധരിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. 13 വയസ്സ് മുതൽ ദീപക് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സംഭവമൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നിർണായകമായ കൊലപാതകം, അതിൽ പ്രതിയെ പിടികൂടി. പ്രതി കിണറ്റിൽ ഈ ഒരു ആയുധം, അതായത് തൊണ്ടി മുതൽ ഒളിപ്പിച്ചു എന്നൊരു സംശയമൊക്കെ നടക്കുന്നുണ്ട്. പ്രതിയുമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കോട്ടയത്തെ കൂട്ട ആത്മഹത്യ, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിശദമായി നോക്കാം ആ റിപ്പോർട്ട് കൂടി. 2 കുട്ടികളാണ്, അതായത് ഒരു കുടുംബം മുഴുവൻ, അതിൽ 2 കുട്ടികൾ മരിച്ചു. ഈ കുട്ടികളുടെ സഹപാഠികളൊക്കെ അവസാനം അവരെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുകയാണ്. വേദനയോടെ കണ്ണുനീരോടെയൊക്കെ വരുന്ന വിദ്യാർത്ഥികളെയാണ്, അത് അവരുടെ സഹപാഠികളെയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഈ സംഭവത്തിൽ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെയോ ക്രൈംബ്രാഞ്ചിനെയോ ഏൽപ്പിക്കണമെന്ന് UDF നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ജോസ്ന താൽക്കാലിക ജോലി ചെയ്തിരുന്ന സ്ഥാപനം സംശയത്തിന്റെ നിഴലിലാണ് നിലവിൽ. ഇത് സംശുദ്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. പോലീസ് കണ്ടെടുത്തെന്ന് പറയപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പും ധനകാര്യ സ്ഥാപനത്തിലെ പാസ്ബുക്കുകളും മരണമൊഴിയും പുറത്തുവിടണം. എന്നാൽ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തില്ലെന്നും UDF നേതാക്കളായ കുഞ്ഞുപുതുശ്ശേരി, NA മത്തായി, TM ആന്റണി തുടങ്ങിയവർ പറഞ്ഞു. ചാണ്ടി ഉമ്മൻ MLA കുടുംബാംഗങ്ങളുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രി M ലിജുവിനും കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം BJPയും വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കുരോപ്പടയിലെ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് BJP അയർക്കുന്ന മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു. ധനകാര്യ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ജോസ്ന. ഇവർക്ക് ചിട്ടി നടത്തിപ്പിൽ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായി. ഇത്തരത്തിലൊരു ആരോപണം നിലവിൽ ശക്തമാകുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ തുകകൾ എന്തിന് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് BJP മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് താഴത്ത്, ജനറൽ സെക്രട്ടറി KK രാജൻ തുടങ്ങിയവർ ആരോപിക്കുന്നത്. കൂട്ട ആത്മഹത്യ നടന്നിട്ടും സ്ഥലം MLAയും ഒരു മുൻ മന്ത്രിയും സംഭവം മൂടി വയ്ക്കുകയാണ്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും BJP ആരോപിച്ചു. ആത്മഹത്യാക്കുറിപ്പ്, മരണമൊഴി, ചിട്ടി, പാസ്ബുക്കുകൾ തുടങ്ങിയവ പുറത്തുവിടണം. ധനകാര്യ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥയ്ക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ അധികൃതർ വ്യക്തമാക്കണമെന്നും BJP പറഞ്ഞു. കുടുംബത്തിന്റെ മരണത്തിൽ കോട്ടയം SP നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിന്റെ മറ്റപ്പള്ളി ശാഖയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മരിച്ച ജോസ്ന. 4 അംഗ കുടുംബത്തിലെ കഴിഞ്ഞ 13-ന് വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ കൂരോപ്പട മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഓരോരുത്തരുടെ മരണ വാർത്തകളാണ് തേടിയെത്തിയത്. ഒടുവിൽ കുടുംബത്തിലെ അവസാന പ്രതീക്ഷയായിരുന്ന 12-കാരൻ അലനും മരണത്തിന് കീഴടങ്ങി. ഇതോടെ ഉറ്റവരൊക്കെ വളരെ വേദനയിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് അന്വേഷണം തുടങ്ങി. ചാണ്ടി ഉമ്മൻ MLAയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ ഒരാളുടെ പേര് രേഖപ്പെടുത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. സാമ്പത്തിക ഇടപാടുകളാണ് ജീവനൊടുക്കിയതിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മറ്റപ്പള്ളി ചിറ്റപ്പുറത്ത് തോമസ് എബ്രഹാം 50 വയസ്സ്, ഭാര്യ ജോസ്ന തോമസ് 43 വയസ്സ്, മക്കളായ മരിയ തെരേസ തോമസ് 17 വയസ്സ്, അലൻ തോമസ് 12 വയസ്സ് എന്നിവരാണ് മരിച്ചത്. 13-ന് രാത്രി 7-നാണ് വിഷമുള്ളിൽ ചെന്ന് അവശനിലയിൽ വീട്ടിൽ ഇവരെ കണ്ടെത്തിയത്. ചികിത്സയിലിരിക്കെ ജോസ്നയും മകൾ മരിയയും ശനിയാഴ്ച മരിച്ചു. തോമസ് ഞായറാഴ്ചയും അലൻ ചൊവ്വാഴ്ചയും മരിച്ചു. അതേസമയം സംഭവത്തിൽ ദുരൂഹത മാറ്റണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണം. ആത്മഹത്യയ്ക്ക് സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ കാരണമായിട്ടുണ്ടെന്ന സംസാരമുള്ളതിനാൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 4 പേരുടെ സംസ്കാരം ഇപ്പോൾ ചേപ്പുംപാറ മാർത്താ മറിയം ദേവാലയത്തിലാണ് നടക്കുന്നത്. പൊതുദർശനവും പള്ളി ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരുന്നു. ഇവരുടെ മരണമൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. മകൻ്റെ മരണമൊഴി രേഖപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു മകൻ. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണമൊഴി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറിച്ച് മറ്റ് 3 പേരുടെയും, ജോബിയുടെയും ജോസ്നയുടെയും മരിയയുടെയും മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ 3 പേരും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നു എന്നത് സംബന്ധിച്ചാണ് 3 പേരും 3 തരത്തിൽ മരണമൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സങ്കീർണത ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജോസ്ന ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ഇവർ എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപന മേധാവിയായ യുവതിയെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. സ്ഥാപനത്തിന് വരുത്തിയ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതാണ് തന്നോടുള്ള എതിർപ്പിന് കാരണമെന്നാണ് അവർ നൽകിയ മൊഴി. അതേസമയം ചിട്ടിയുടെ മറ്റും പേരിലായി ജോസ്ന പണം വാങ്ങിയെന്ന കൂടുതൽ പരാതികൾ പോലീസിന് കിട്ടിയെന്നാണ് വിവരം. സാമ്പത്തിക ആരോപണം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ ഫോൺ വിളി രേഖകളും പരിശോധിച്ചേക്കും. മാത്രമല്ല, എന്തുകൊണ്ട് കുടുംബത്തിന് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി വന്നു എന്നതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മറ്റ് ജോസ്നയുടെ കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിലെ മറ്റപ്പള്ളി ശാഖയിലെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. മറ്റ് സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കും. കുടുംബത്തിന് ഏറെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം കുടുംബം അസ്വസ്ഥരായിരുന്നുവെന്ന് നാട്ടുകാരും വെളിപ്പെടുത്തുകയുണ്ടായി. സാമ്പത്തിക ബാധ്യതയെ തുടർന്നായിരുന്നു 4 അംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാ ശ്രമം. എന്തായാലും എന്തിനാണ് ഈ 4 പേർ മരണത്തിന് കീഴടങ്ങിയത്? ഇവരെ മരണത്തിലേക്ക് നയിച്ച
സാഹചര്യം എന്താണ്, അതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം, അതിൽ കൃത്യമായ ഒരു ഉത്തരത്തിലേക്കും കാരണക്കാരുണ്ടോ, ഈ ആത്മഹത്യയിലേക്ക് അവർ തള്ളിവിട്ടവരുണ്ടോ, അതിന് പിന്നിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇത് രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് BJP കോൺഗ്രസ് ഒക്കെ ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് അവകാശപ്പെടുന്നത് രാഷ്ട്രീയമായ വിഷയത്തെ ഉപയോഗിക്കില്ല, പക്ഷേ കൃത്യമായ സമഗ്രമായ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. എന്തിന് 4 പേർ കൂട്ടമായി ഒരു ദിവസം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അവരെ ഈ ഒരു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ആ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ കാരണത്തിലേക്ക് വൈകാതെ തന്നെ എത്താനാകുമെന്നാണ് കരുതുന്നത്. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.